എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയല്ലോ. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. വ്യക്തിപരമായി നടത്തിയ 3 ന്യായവിധികളിൽ 3-ാമത്തെ ന്യായവിധിയാണ് കോരഹിന്റെ മത്സരം. പഴയ ഭാഗത്ത് നാം അത് വായിക്കുന്നു. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ ദൈവത്തിന്റെ ദാസനായ മോശെ മുഖാന്തരം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ മരുഭൂമിയിൽ പല പ്രതികൂലങ്ങളിലൂടെ കടക്കേണ്ടി വന്നു. എങ്കിലും കോരഹും കുറെ മിടുക്കന്മാരായ ആളുകളും മോശയുടെ നേതൃത്വത്തിനെതിരെ പിറുപിറുത്തു. നേതൃത്വത്തിനെതിരെ മത്സരിച്ചു. പിറുപിറുപ്പെന്ന് പറയുന്നതിനേക്കാൾ മത്സരിച്ചു എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പ്രത്യേകത. ദൈവം ആക്കുന്ന നേതൃത്വത്തോട് മത്സരിക്കാൻ നമുക്ക് പാടില്ല. അധികാരങ്ങളൊന്നും തന്നെ ദൈവത്താൽ അല്ലാതെ വരുന്നില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ ലോകത്ത് ജനിക്കുമ്പോൾ കർത്താവ് ജനിക്കുന്ന സമയം തന്നെ ശിശുക്കളെ കൊന്നുകളയുവാൻ ഹെരോദ രാജാവ് ആജ്ഞ കൊടുക്കുന്നു. സത്യത്തിൽ കർത്താവ് ജനിക്കുന്നതിന് മുൻപേ ഹെരോദാവിനെ നീക്കി അനുകൂലമായ ഒരു ഭരണകൂടം സ്ഥാപിച്ചിട്ട് വരാമായിരുന്നല്ലോ. ദൈവത്തിന് ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമല്ല ഉള്ളൂ. പക്ഷെ ശിശുക്കളെ കൊല്ലുവാൻ കൽപ്പന പുറപ്പെട്ടപ്പോൾ ജോസഫിനോട് ദൈവം പറഞ്ഞു, ശിശുവിനെയും അമ്മയായും മറിയയും കൂട്ടി മിസ്രൈമിലേക്ക് പോകാം. പിന്നീടാണ് മടങ്ങി വരാൻ പറയുമ്പോഴാണ് അവർ മടങ്ങി വരുന്നത്. എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി ഒരിക്കലും നമ്മെ ദൈവം ലോകത്താക്കുന്നില്ല. കാരണം ഈ ലോകമല്ലല്ലോ നമുക്ക് അനുകൂലമായിരിക്കുന്നത്. ഈ ലോകത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത്? 3 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കുന്നതായി നാം പഠിക്കുന്നു. 1, ഐ ആം നോട്ട് ഓഫ് ദിസ് വേൾഡ്, ഞാൻ ഈ ലോകക്കാരൻ അല്ല. 2, ശിഷ്യന്മാരോട് പറഞ്ഞു, യു ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്, നിങ്ങൾ ഈ ലോകക്കാര് അല്ല. ആയിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നല്ലോ. 3-ാമത് യേശു പറഞ്ഞു, മൈ കിങ്ഡം നോട്ട് ഓഫ് ദിസ് വേൾഡ്, എന്റെ രാജ്യത്വം ഇവിടെയല്ല. അപ്പോൾ ഈ ലോകത്തുള്ള അധികാരങ്ങൾ ഏത് തന്നെയായിരുന്നാലും, ദൈവം വയ്ക്കുന്ന അധികാരമാകട്ടെ അല്ല ജാതീയ അധികാരങ്ങളാകട്ടെ, കീഴ്പ്പെടുവാൻ നാം ദൈവത്താൽ അല്ലെങ്കിൽ നമുക്ക് പ്രമാണം തന്നിട്ടുള്ളതാണ്, നൽകിയിട്ടുള്ളതാണ്. നമുക്കറിയാം, ശൗലിനോട് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതൊന്നും അനുസരിച്ചില്ല. ശൗലിനോട് പറയുന്നൊരു കാര്യമുണ്ട്, മത്സരം ആഭിചാരദോഷം പോലെയാണെന്ന്. അതാണ് ഈ കോര കൂടെ ചെയ്തത്. മത്സരിച്ചിട്ട് വന്ന ശിക്ഷ അവർക്കറിയാം, പക്ഷേ അവർ മത്സരിച്ചു. ഒരിക്കൽ കാനം അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഓരോ കൂട്ടരും ബഹുമിടുക്കന്മാരായിരുന്നു. അവർ ഉന്നതന്മാരായിരുന്നു, പ്രഭുക്കന്മാരായിരുന്നു, ബഹുമിടുക്കന്മാരുമായിരുന്നു. പക്ഷേ നിൽക്കാൻ ഭൂമിയില്ലാതെ പോയി. നിന്നിട്ട് വേണ്ടേ അഭ്യാസം കളിക്കാൻ, നിൽക്കാൻ ഭൂമിയില്ലാതെ പോയി. എത്ര മിടുക്കന്മാരായിരുന്നാലും നിൽക്കാൻ ഭൂമിയില്ലെങ്കിൽ എന്തു ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക, ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾ അതിന് കീഴ്പ്പെടുവാൻ, അനുസരിക്കുവാൻ
നമുക്ക് ദൈവത്തിൽ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവിടെ നാം വായിക്കുന്നു, കോരക് മത്സരത്താൽ നശിച്ചുപോയി. പിന്നെ അവർ ഭൂമിയിൽ നിന്നിട്ടില്ല. ഭൂമി പിളർന്നു, അവർ നശിച്ചുപോയി. ദൈവത്തിന്റെ കൃപയിൽ നാം നിൽക്കുന്നു എങ്കിൽ ഏത് അധികാരവും ദൈവത്താൽ എന്ന് മനസ്സിലാക്കി അധികാരത്തോട് മത്സരിക്കാൻ ഇടവരാതെ വേണം. ദൈവത്തിന് കീഴ്പ്പെടുവാൻ നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.